വേണ്ടി രാവും പകലുമില്ലാതെ പ്രവർത്തിച്ച് ഒരു പ്രായമെത്തുമ്പോൾ പാർട്ടി തന്നെ മാറ്റി നിർത്തി പല്ലുപോയ സിംഹങ്ങളെ പോലെ കഴിയുന്ന ഒരുപാട് പേരെ നമുക്ക് നേരിട്ടും അല്ലാതെയും ഒക്കെ പരിചയമുണ്ടാകും. പാർട്ടിക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്താനും ക്ലബ് ഉണ്ടാക്കാനും കൊടിമരം ഉണ്ടാക്കാൻ ആരുടെയെങ്കിലും പറമ്പിൽ കയറി കവുങ്ങ് വെട്ടാനും ഒക്കെ നടന്ന് സ്വന്തം കാര്യമോ വീട്ടിലുള്ള മക്കളുടെ കാര്യമോ പോലും നോക്കാൻ മറന്നുപോയി അവസാനം പാർട്ടിയിൽ ഒന്നുമല്ലാതെ നിൽക്കുന്ന കുറെ പേരെ നമ്മൾ കണ്ടിട്ടുമുണ്ടാകും. എന്നാൽ ഇനി അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെക്കുന്നവർക്ക് കുടുംബത്തെ കൂടി സംരക്ഷിക്കാനുള്ള മാർഗവുമായാണ് CPMന്റെ പുതിയ സംരംഭം. പ്രൊഫഷണൽ വിപ്ലവകാരികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് പാർട്ടി പുതിയ പരീക്ഷണവുമായി ഇറങ്ങുന്നത്. ഇനി എന്താണ് പ്രൊഫഷണൽ വിപ്ലവകാരി എന്നാണെങ്കിൽ പറഞ്ഞു തരാം. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനായി ആകർഷകമായ പ്രതിഫലം നൽകി റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് പ്രൊഫഷണൽ വിപ്ലവകാരി എന്ന് പറയുക. ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ച് തീരുമാനമെടുത്തത് അടുത്തിടെ നടന്ന മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ്. പാർട്ടിക്ക് നേരിടുന്ന വംശനാശത്തിന്റെ കാരണം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളുടെ അവസാനം മുഴുവൻ സമയ പ്രവർത്തകരെ കിട്ടുന്നില്ലെന്നും മാന്യമായ പ്രതിഫലം നൽകാനാകില്ലെന്നും ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ കോൺഗ്രസ് ചർച്ചയിൽ പരാതിപ്പെട്ടിരുന്നു. അങ്ങനെയാണ് മുഴുവൻ സമയ പ്രവർത്തകർ പ്രൊഫഷണൽ വിപ്ലവകാരികളാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിലവിലുള്ളതിന് പുറമെ കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചത്. അവർ പാർട്ടിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പാർട്ടി ഘടകങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്നും BJPയും RSSും പിടിമുറുക്കുന്ന പട്ടിക വിഭാഗ, ആദിവാസി, വനിതാ മേഖലകളിൽ കൂടുതൽ മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കണമെന്നും പാർട്ടി കോൺഗ്രസിൽ അഭിപ്രായമുയർന്നു. കേരളത്തിൽ ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുഴുവൻ സമയ പ്രവർത്തകർക്ക് എല്ലാ മാസവും അലവൻസ് ഉണ്ട്. ജനപ്രതിനിധികളോ പ്രതിഫലമുള്ള പദവികൾ വഹിക്കുന്നവരോ ആണെങ്കിൽ നൽകാറില്ല. അലവൻസ് നൽകുന്നതിന് ആന്ധ്രാപ്രദേശ് ഈയിടെ നടത്തിയ ഫണ്ട് ശേഖരണം മാതൃകയാണെന്നും പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിച്ചു. എന്നാൽ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നതിലും അതിന്റെ കണക്ക് സൂക്ഷിക്കുന്നതിലും സംസ്ഥാന കമ്മിറ്റികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ പലവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഓഡിറ്റ് ചെയ്ത കണക്ക് സൂക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും കണക്കുകൾ സൂക്ഷിക്കാൻ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തണമെന്നും പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. CPMന് രാജ്യത്താകെ 10,473 മുഴുവൻ സമയ പ്രവർത്തകരാണുള്ളത്. കേരളത്തിൽ 6,129, ബംഗാളിൽ 1,428, ആന്ധ്രാപ്രദേശിൽ 721, തെലങ്കാനയിൽ 640, തമിഴ്നാട്ടിൽ 555, ത്രിപുരയിൽ 527 പേർ വീതമുണ്ട്. മുഴുവൻ സമയ പ്രവർത്തകർക്ക് ഒരു വരുമാനം കിട്ടിയാൽ പാർട്ടി കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം. അങ്ങനെ മുഴുവൻ സമയ പ്രവർത്തകർക്ക് പണ്ട് മുതലേ ഒരു വരുമാനം പാർട്ടി കൊടുത്തു തുടങ്ങുകയായിരുന്നെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി കുടുംബം നോക്കാത്തവരെന്നും ജീവിതം നശിപ്പിച്ചവരെന്ന് ചീത്തപ്പേര് കേട്ട് കഴിയുന്ന ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസമായേനെ. രാവും പകലും പാർട്ടിക്ക് വേണ്ടി പോയ അച്ഛൻ ഒഴിഞ്ഞ കൈയുമായി വീട്ടിൽ കയറി വരുമ്പോൾ നോക്കിയിരിക്കുന്ന കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു പൊതി കടലമിഠായിയോ വീട്ടിലെ അടുപ്പ് പുകയാൻ 1 കിലോ അരിയോ വാങ്ങി കയറി ചെല്ലാൻ അവർക്ക് പറ്റുമായിരുന്നു. പണം കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങൾക്ക് പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണത്തിന് പകരം പണം തന്നെ വേണം. അതുകൊണ്ട് ഈ തീരുമാനം സഖാക്കന്മാർ കുറച്ച് നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ഈ മാതൃക മറ്റു പാർട്ടികൾക്കും അനുകരിക്കാവുന്നതാണ്.